നാടിനെ നടുക്കിയ പോക്സോ കേസിലും 4 പേരുടെ മരണത്തിലും ഉൾപ്പെട്ട പ്രമുഖ നാടക നടനെതിരെ മുൻപ് നൽകിയ പരാതികളും ക്രൂരമായ അനുഭവങ്ങളും തുറന്നു പറഞ്ഞ് മരുമകൾ രംഗത്ത്. കഴിഞ്ഞ വർഷം 4 പേരുടെ ജീവനറ്റ ദാരുണ സംഭവത്തിന് പിന്നിൽ ഭർത്തൃപിതാവായ നടന്റെ അതിക്രൂരമായ ഇടപെടലുകളാണെന്നും ആത്മഹത്യയെന്ന് കരുതപ്പെട്ടത് സ്വന്തം പീഡന വിവരങ്ങൾ പുറത്തറിയിക്കാതിരിക്കാൻ ഇയാൾ നടത്തിയ തെളിവ് നശിപ്പിക്കലും കൊലപാതകവുമാണെന്ന് സംശയിക്കുന്നതായും യുവതി വെളിപ്പെടുത്തി. ജാമ്യത്തിലിറങ്ങിയ ഇയാൾ വീണ്ടും മറ്റൊരു പോക്സോ കേസിൽ അറസ്റ്റിലായ പശ്ചാത്തലത്തിലാണ് ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ വർഷം ഡിസംബർ 22-നായിരുന്നു യുവതിയുടെ 6ഉം 2ഉം വയസ്സുള്ള മക്കളും ഭർത്താവും ഭർത്തൃമാതാവും ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 4 പേരെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അവിശ്വസനീയമായ ദുരന്തത്തിനു പിന്നാലെ കുഞ്ഞുങ്ങളെ മുത്തച്ഛനായ ഈ നാടക നടൻ ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിരുന്നുവെന്ന് തെളിയുകയും പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. ഈ സംഭവം നടന്ന് 7 മാസത്തിനു ശേഷമാണ് പ്രതിയുടെ യഥാർത്ഥ മുഖംമൂടി അഴിച്ചുവെക്കുന്ന ഗുരുതര ആരോപണങ്ങളുമായി മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് കുട്ടികളുടെ അമ്മയെത്തിയത്. തന്റെ കുഞ്ഞുങ്ങൾക്ക് വിഷം നൽകി അപ്പാടെ കൊലപ്പെടുത്തിയതാണെന്നാണ് യുവതിയുടെ പ്രധാന ആരോപണം. ഭർത്തൃപിതാവിന്റെ ലൈംഗിക വൈകൃതങ്ങളും അതിക്രമങ്ങളും പുറംലോകം അറിയാതിരിക്കാനും അന്വേഷണം തന്നിലേക്ക് നീളാതിരിക്കാനും ആസൂത്രിതമായി നടത്തിയ നാടകമാണ് ഈ ദുരന്തമെന്ന് അവർ സംശയിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ നിരന്തരം കണ്ട പാടുകളും സ്വകാര്യ ഭാഗത്തെ നീറ്റലും സംബന്ധിച്ച് കുട്ടി തന്നെ വെളിപ്പെടുത്തിയതോടെയാണ് മുത്തച്ഛന്റെ ക്രൂരത താൻ തിരിച്ചറിഞ്ഞതെന്നും അമ്മ പറയുന്നു. താൻ സത്യങ്ങൾ മനസ്സിലാക്കിയെന്ന് ബോധ്യപ്പെട്ടതോടെ ഭർത്തൃപിതാവ് ഭീഷണിയുമായി രംഗത്തെത്തുകയായിരുന്നു. വിവരം പുറത്തു പറഞ്ഞാൽ ജീവനോടെ വെച്ചേക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തുകയും തനിക്കെതിരെ ശാരീരിക മാനസിക പീഡനങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തു. തന്നെ ഒരു മാനസിക രോഗിയായി ചിത്രീകരിക്കാനും ഭർത്താവിനെ തെറ്റിദ്ധരിപ്പിച്ച് തങ്ങൾക്കിടയിൽ അകൽച്ചയുണ്ടാക്കാനും ഇയാൾ കരുക്കൾ നീക്കി. കൈ തല്ലിയൊടിക്കുന്നതടക്കമുള്ള ക്രൂരമർദ്ദനങ്ങൾ ഭർത്താവിൽ നിന്നും ഭർത്തൃപിതാവിൽ നിന്നും തനിക്ക് ഏൽക്കേണ്ടി വന്നതായും യുവതി കണ്ണീരോടെ ഓർക്കുന്നു. ശാരീരിക അതിക്രമങ്ങൾ അതിരുവിട്ടതോടെയാണ് കുട്ടിയെ പയ്യന്നൂരിലെ സഹകരണ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയയാക്കിയതും കുട്ടി പീഡനത്തിനിരയായ വിവരം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതും. തുടർന്ന് പോലീസിനെ വിവരം അറിയിച്ചെങ്കിലും ഇയാളുടെ രാഷ്ട്രീയ സ്വാധീനവും പ്രാദേശിക ജനപ്രീതിയും ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാനാണ് ശ്രമം നടന്നത്. പോലീസ് പ്രതിക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചതെന്നും സമയബന്ധിതമായി നടപടിയെടുക്കാൻ തയ്യാറായില്ലെന്നും യുവതി കുറ്റപ്പെടുത്തുന്നു. ദുരന്തം നടക്കുന്നതിന് തലേ ദിവസം കുഞ്ഞുങ്ങൾക്ക് വിഷം നൽകുമെന്ന് ഭർത്താവ് ഭീഷണിപ്പെടുത്തിയിരുന്നതായി യുവതി വെളിപ്പെടുത്തുന്നു. ഉടൻ തന്നെ പിങ്ക് പോലീസിനെ വിവരം അറിയിച്ചെങ്കിലും വീട് പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് പോലീസ് മടങ്ങുകയാണ് ചെയ്തത്. അന്ന് പോലീസ് കൃത്യമായി ഇടപെട്ടിരുന്നുവെങ്കിൽ തന്റെ കുഞ്ഞുങ്ങളെ ജീവനോടെ തിരികെ ലഭിക്കുമായിരുന്നുവെന്ന് ഇവർ പറയുന്നു. മരണത്തിന് ശേഷം പുറത്തുവന്ന ആത്മഹത്യക്കുറിപ്പിൽ തന്റെ പേര് ഉൾപ്പെടുത്തിയത് തന്നെ കുടുക്കാനായി പ്രതി മുൻകൂട്ടി തയ്യാറാക്കിയ ചതിയായിരുന്നു. കുഞ്ഞുങ്ങളുടെ ചിതാഭസ്മത്തോടൊപ്പം പ്രതിയുടെ ചിതാഭസ്മവും അടക്കം ചെയ്യാൻ നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന അന്തരീക്ഷം വരെ ഇയാൾ സൃഷ്ടിച്ചെടുത്തു. നാടകരംഗത്തെയും രാഷ്ട്രീയത്തിലെയും സ്വാധീനം ഉപയോഗിച്ച് തെളിവുകൾ ഇല്ലാതാക്കാൻ ഇപ്പോഴും ശ്രമിക്കുന്ന ഈ പ്രതിയുടെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരണമെന്ന് യുവതി ആവശ്യപ്പെടുന്നു. ഒന്നിനു പുറകെ ഒന്നായി പോക്സോ കേസുകളിൽ കുടുങ്ങുന്ന ഇയാൾക്കെതിരെയും കുടുംബത്തിന്റെ ദാരുണ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ വെളിച്ചത്ത് കൊണ്ടുവരാനും സമഗ്ര അന്വേഷണം വേണമെന്നാണ് മരുമകളുടെ ആവശ്യം.